നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പം ഞാൻ ഇന്ന് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ സന്തോഷം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കാറുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അതുപോലെ ഒരു ചെറിയൊരു സന്തോഷം ഉണ്ടായൊരു ദിവസമാണ് ഇന്ന്. അപ്പം ഞാനൊരു PSC എക്സാമിന് പോകുമ്പം പോലും ഭയങ്കരമായിട്ട് പഠിച്ചൊരു PSC എക്സാമിന് പോയപ്പോൾ പോലും ഇത്രയും ടെൻഷൻ അനുഭവിച്ചിട്ടില്ല. അങ്ങനെ ഞാൻ ഇന്ന് എൻ്റെ ലൈസൻസ് ടെസ്റ്റിന് പോയി. എനിക്ക് 4 വീലറും 2 വീലറും ആയിരുന്നു ലൈസൻസ് എടുക്കേണ്ടത്. അതായത് 8ഉം 2 വീലറിന് 8ഉം എടുക്കണമായിരുന്നു, 4 വീലറിന് 8ഉം. അത് രണ്ടും പാസ്സായ പിന്നെ റോഡ് ടെസ്റ്റ് രണ്ടിൻ്റെയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് രാവിലെ ഒരു 7 മണിയായപ്പം പോയി. ഇന്നായിരുന്നു 19-ാം തീയതി ആയിരുന്നു എൻ്റെ ടെസ്റ്റ് ഡേറ്റ് കിട്ടിയത്. അപ്പം പോയി ആദ്യം കാറിൻ്റെ 8 എടുത്തു, പാസ്സായി. പിന്നീട് 2 വീലറിൻ്റെ 8 എടുത്തു, അതും പാസ്സായി. പിന്നെ രണ്ടിൻ്റെയും റോഡ് ടെസ്റ്റ് ആയിരുന്നു. കാറിൻ്റെ റോഡ് ടെസ്റ്റ് അതും പാസ്സായി. പിന്നെ 2 വീലറിൻ്റെ റോഡ് ടെസ്റ്റ് അതും പാസ്സായി. അങ്ങനെ ഞാനൊരു ഒഫീഷ്യൽ ലൈസൻസ് ഹോൾഡർ ആയിരിക്കുകയാണ്, 2 വീലറിൻ്റെയും 4 വീലറിൻ്റെയും. എന്തോ എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ ഇതൊക്കെ പണ്ടൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിരുന്നൊരു കാര്യമായിരുന്നു. ഓരോരുത്തർ റോഡിൽ കൂടെ വണ്ടിയൊക്കെ ഓടിച്ചുകൊണ്ട് പോകുമ്പോഴും, അല്ലെങ്കിൽ എനിക്ക് ലൈസൻസ് ഉണ്ട്, ഞാൻ ലൈസൻസ് എടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോഴും, ഞാൻ ഇനി എന്നാണ് ഇതൊക്കെ എടുക്കുന്നതെന്ന് ഞാൻ ചിന്തിച്ച് വിഷമിച്ചിട്ടുണ്ട്. അത് എന്നെക്കൊണ്ട് ഇപ്പം സാധിച്ചു എന്ന് ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എനിക്കിപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, എനിക്ക് 31 വയസ്സ് കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു ഏർലി 30s നിൽക്കുവാണ് ഞാൻ. അപ്പം ആ ഒരു സമയത്ത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഇങ്ങനെ അച്ചീവ് ചെയ്യാൻ പറ്റുന്നത് എന്തോ എനിക്കറിവിടെ എൻ്റെ ഒരു ആത്മവിശ്വാസത്തിൻ്റെ പുറത്തും അല്ലെങ്കിൽ എൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്തുമാണ് ഞാൻ ലൈസൻസ് എടുക്കാനായിട്ട് പോയത്. അത് 4 വീലറും, എനിക്ക് 2 വീലർ വലിയ വിഷയമില്ല, ഞാൻ വണ്ടി ഓടിക്കുന്നത് കൊണ്ട്. പക്ഷെ 4 വീലർ ഞാൻ ആദ്യമായിട്ടാണ് സ്റ്റിയറിങ്ങിന് ഈ ഒരു പ്രാക്ടീസിന് പോയപ്പോഴായിരുന്നു 4 വീലർ ഓടിക്കുന്നത്. അതിന് മുമ്പ് ഞാൻ 4 വീലർ അങ്ങനെ ഓടിച്ചിട്ടില്ല. കുഞ്ഞിനെ എങ്ങാണ്ട് വീട്ടിൽ കാറുണ്ടായിരുന്ന സമയത്ത് എന്തോ സ്റ്റിയറിങ്ങിലൊക്കെ കൈ വെപ്പിച്ചിട്ടുണ്ടെന്ന് കൊച്ചച്ഛൻ പറയുന്നതല്ലാതെ എനിക്കതൊന്നും ഓർമ്മ കൂടിയില്ല നേരെയൊവേ. പക്ഷെ ഇപ്പോഴാണ് ഞാൻ കാറിങ്ങനെ, അതും നല്ല രീതിയിൽ വഴക്കൊക്കെ കേട്ട് തന്നെയാണ്. വഴക്കൊക്കെ കേൾക്കുമ്പോൾ ഞാൻ ഇവിടെ വന്നിരുന്ന ഏട്ടൻ്റെയോട്, ഏട്ടാ എനിക്ക് വയ്യ, എനിക്ക് 4 വീലർ വേണ്ട, എനിക്ക് 2 വീലർ മാത്രം മതി, എനിക്ക് 4 വീലർ വേണ്ടെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. പക്ഷെ ആ വിഷമമൊക്കെ ഇപ്പം ഈ ഒരു സന്തോഷത്തിന് വഴിമാറിയിരിക്കുകയാണ്. ഒരുവിധം എനിക്കിപ്പം കാറ് നന്നായിട്ട് റോഡിൽ ഇറക്കാൻ പറ്റുന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. 2 വീലർ നന്നായിട്ട് ഇറക്കാൻ പറ്റുന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. അതുമല്ല അതിന് പുറമെ അതിന് രണ്ടിനും ലൈസൻസും കിട്ടി. എന്തോ എൻ്റെ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതിലോടുകൂടി നമുക്ക് പറ്റില്ല എന്ന് തോന്നുന്ന പല കാര്യങ്ങളും നമുക്ക് പറ്റുമെന്നൊരു ആത്മവിശ്വാസം നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അതിനൊരു ഉദാഹരണമായിട്ട് ഈ ഒരു കാര്യം നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടാണ്, സത്യം പറഞ്ഞ മോട്ടിവേഷൻ, അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പം എന്താണ് പറയേണ്ടത്, എനിക്ക് 19-ാം തീയതി ഇന്നായിരുന്നു ഡേറ്റ് എന്ന് പറഞ്ഞില്ലേ, ഇപ്പൊ കഴിഞ്ഞ 2 ദിവസം ഞാൻ ഓക്കെ ആയിരുന്നു. കാരണം ഞാൻ എൻ്റെ മനസ്സിൽ ധൈര്യം കൊടുത്തു വെച്ചിരുന്നു ഈ 2 ദിവസം, ഈ കഴിഞ്ഞ 2 ദിവസം. അതിന് മുമ്പത്തെ 2 ദിവസം, 2-3 ദിവസം അതിന് മുമ്പുള്ള ദിവസങ്ങൾ ഈ പ്രാക്ടീസിന് പോയി ശരിയാവാതെ വഴക്കൊക്കെ കേട്ട് ഇവിടെ വന്നിരിക്കുമ്പോഴെല്ലാം എനിക്ക് വിഷമമായിരുന്നു. ഏട്ടൻ പറയും, നീ എന്നാ പോണ്ടെന്ന് വരെ, എൻ്റെ വിഷമം കണ്ടിട്ട് എന്നാൽ നീ പോണ്ട, നീ പിന്നെ ലൈസൻസ് എടുക്കാം, നീ ഇപ്പം പോണ്ടാന്ന് വരെ ഏട്ടൻ എന്നോട് പറഞ്ഞു, എൻ്റെ വിഷമം കാണാൻ വയ്യാത്തതുകൊണ്ട്. പിന്നെയും എൻ്റെ ആഗ്രഹത്തിൻ്റെ പുറത്ത് എന്നെ കൊണ്ട് അത് പറ്റും എന്നുള്ളൊരു തോന്നലി മാത്രമാണ് ഞാൻ പിന്നെയും പോയതുകൊണ്ട് ഇപ്പം എനിക്ക് ആ ഒരു ആത്മവിശ്വാസത്തിൻ്റെ പുറത്ത് പോയതുകൊണ്ട് എനിക്കിപ്പം ലൈസൻസ് കിട്ടി. അപ്പം ഈ ലൈസൻസ് എടുക്കാനായിട്ട് നമ്മളെ PSC ആയിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമേ അല്ല ഇത്. എന്നാലും എൻ്റെ ലൈഫിലെ ഒരു അച്ചീവ്മെൻ്റ് ആയതുകൊണ്ട് ഞാൻ നിങ്ങളെ ഈ ഒരു വീഡിയോയിലൂടെ അറിയിക്കുകയാണ്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ കാണുന്നവർ ലൈസൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ്, അല്ലെങ്കിൽ ഒരു വട്ടമൊക്കെ, എൻ്റെ ഫസ്റ്റ് ടെസ്റ്റ് ആയിരുന്നു ഇന്ന്. ഫസ്റ്റ് ടെസ്റ്റിൽ തന്നെ എനിക്ക് പാസ്സാവാൻ പറ്റിയത് തന്നെ വലിയ കാര്യം. അവിടെ ഫെയിലാവുന്നവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ കണ്ടൊരു പേടിയുണ്ടായിരുന്നു, ഞാനും ഇതുകൊണ്ടൊക്കെ ഫെയിലാവുമെന്നൊക്കെ നമുക്ക് തോന്നും. എന്നാലും ഫസ്റ്റ് ടെസ്റ്റിൽ തന്നെ പാസ്സായി ലൈസൻസ് കിട്ടിയെന്ന് ആലോചിക്കുമ്പോഴും അതിനേക്കാട്ടി വലിയൊരു അഭിമാനം തോന്നുന്നുണ്ട്. അപ്പം എൻ്റെ എനിക്ക് ഒരു ഏർലി 30s എത്തിയ സമയത്ത് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതിലും ഏജ് കുറഞ്ഞ ഇത് കാണുന്ന നിങ്ങൾക്കൊക്കെ എന്തൊക്കെ പറ്റും. ഏജ് കുറഞ്ഞവരെ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, എത്ര ഏജ് ഉണ്ടെങ്കിലും എന്തൊക്കെ ഉണ്ടെങ്കിലും നമ്മളെ മനസ്സിനൊരു ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് അത് വേണം എന്നുള്ളൊരു ആത്മവിശ്വാസവും ആഗ്രഹവും അതിന് പ്രയത്നിക്കാനുമുള്ള മനസ്സും ഉണ്ടെങ്കിൽ നമുക്ക് എന്തും നേടിയെടുക്കാൻ പറ്റുമെന്നുള്ളതിന് ഒരു തെളിവും കൂടാണിത്. അപ്പം ഇനി എത്രയും പെട്ടെന്നൊരു കാറും കൂടെ എനിക്ക് സ്വന്തമായിട്ട് എടുക്കാൻ പറ്റിയാൽ
കാറും കൂടെ റോഡിൽ ഓടിച്ച് ഒന്നുകൂടെ തെളിയാമെന്നുള്ളൊരു ആഗ്രഹമാണ് ഇപ്പോൾ ഉള്ളത്. ഒരു കാർ എടുക്കണമെന്ന് മനസ്സിൽ ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ. ഉടനെ ഒന്നും നടക്കുമെന്ന് അറിയത്തില്ല. എന്നാൽ അല്ലാതെ നമ്മുടെ ലൈസൻസ് ഇപ്പം കാറിനൊക്കെ ഒരുപാട് പേർക്ക് ലൈസൻസ് കാണും. എന്നാൽ റോഡിൽ കാർ എടുക്കാതെ ലൈസൻസും വെച്ച് പഴകി ലൈസൻസ് കൊണ്ടൊരു കാര്യം ഇല്ലാതിരിക്കുക. അങ്ങനെ ആയി പോകരുതെന്നൊരു ആഗ്രഹം ഉള്ളത് കൊണ്ട് ഒരു കാറൊക്കെ എടുത്ത് വണ്ടി റോഡിൽ ഓടിച്ചു തുടങ്ങണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. ലൈസൻസ് കിട്ടിയതിൻ്റെ പുതുമേൽ തോന്നുകയാണോ എന്നറിയില്ല. അങ്ങനെ ആഗ്രഹമുണ്ട്. അങ്ങനെ സാധിക്കട്ടെ എന്നെ കൊണ്ട്. അപ്പോൾ എൻ്റെ ജീവിതത്തിലെ ഒരു അച്ചീവ്മെൻറ്റ് ഞാൻ നിങ്ങളെ അറിയിക്കാൻ വേണ്ടി മാത്രം ഇങ്ങനൊരു വീഡിയോ ചെയ്തതാണ്. എൻ്റെ ഇങ്ങനെ വീഡിയോ ഇരിക്കാൻ കാരണം എന്ന് വെച്ചാൽ എൻ്റെ മൊബൈൽ സ്റ്റാൻഡൊക്കെ ഇവിടെ ഒരാൾ അടിച്ച് പൊട്ടിച്ചു, അല്ലു. അപ്പം ഞാൻ അതുകൊണ്ടൊരു അവൻ്റെ വാട്ടർ ബോട്ടിലിൽ ഫോണിങ്ങനെ ചാരി വെച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. അതാണ് ഇങ്ങനെ എന്താണ് വീഡിയോയ്ക്ക് നിങ്ങൾക്കൊരു അപാകത തോന്നുമായിരിക്കും ആ ഒരു പൊസിഷനൊക്കെ. അതുകൊണ്ടാണ് കേട്ടോ. ഇനി പുതിയ ഒന്നെങ്കിൽ അത് ശരിയാക്കി എടുക്കാൻ നോക്കണം, അല്ലെങ്കിൽ പുതിയ ഒരെണ്ണം ഓർഡർ ചെയ്യണം. ആ ഒരു സ്ഥിതിയിൽ എത്തിയിട്ടുണ്ട്. അപ്പം അത് അവൻ്റെ ഓരോ കോൺട്രിബ്യൂഷൻസ്, അത് പോട്ടെ. ഓക്കെ. അപ്പം ലൈസൻസ് എടുക്കാനോ അല്ലെങ്കിൽ ലൈസൻസ് എന്ന് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പറ്റില്ല എന്ന് തോന്നുന്ന കാര്യം നേടി, അല്ലെങ്കിൽ നിന്നെ കൊണ്ട് പറ്റില്ല എന്ന് വേറൊരാൾ പറയുന്നൊരു കാര്യം അവർക്കത് നമ്മളത് നടത്തി കാണിച്ചു കൊടുക്കുമ്പോൾ കിട്ടുന്നൊരു ആത്മവിശ്വാസം ഉണ്ടല്ലോ, അത് വല്ലാത്തൊരു ആത്മവിശ്വാസം. ഒരു മദ്യത്തിനും അല്ലെങ്കിൽ ഒരു ലഹരി വസ്തുക്കൾക്കും ആ ലഹരിക്കപ്പുറം ഒരു ലഹരി തരാൻ പറ്റില്ല എന്നേ ഞാൻ പറയത്തുള്ളൂ. അപ്പോൾ ഓക്കെ. അപ്പം ഞാൻ ഒഫീഷ്യൽ ലൈസൻസ് ഹോൾഡറായ കാര്യം, 4 വീലറും 2 വീലറും കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. എൻ്റെ ഒരു സന്തോഷം, എൻ്റെ പല സന്തോഷങ്ങളും നിങ്ങളെ അറിയിക്കുന്ന കൂട്ടത്തിൽ ഈ ഒരു സന്തോഷവും കൂടെ നിങ്ങളെ അറിയിക്കുകയാണ്. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോസുമായിട്ട് എത്രയും പെട്ടെന്ന് കാണാം. എനിക്കറിയാം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസ് എക്സാം എഴുതുന്നവർ വളരെ തകൃതിയായിട്ട്, ഇനി അധികം ദിവസങ്ങളില്ല, തകൃതിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ എല്ലാവരും പഠിക്കുക, മാക്സിമം പറ്റുന്ന കണക്ക്. ഇനി ഒരു 7-8 ദിവസമേ ഉള്ളൂ. അപ്പോൾ പറ്റുന്ന കണക്ക് എല്ലാവരും പഠിച്ച് നന്നായിട്ടൊക്കെ പരീക്ഷ എഴുതുക കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് വീഡിയോസും ഒക്കെ ആയിട്ട് കാണാം. അതിന് മുമ്പ് ആരെങ്കിലും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. ബൈ ബൈ.